വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയാണ്. ഇന്നത്തെ വിഷയം ബൈബിളിലെ കുടുംബങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കുടുംബത്തെക്കുറിച്ചാണ്, നോഹയുടെ കുടുംബം. ഇന്നത്തെ മീറ്റിംഗിലേക്ക് പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ, സ്വാഗതം. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് പതിവ് പോലെ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ചിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രൂശീകരണത്തിന്റെ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിന് മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ ആദാമിന്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നോഹയുടെ കുടുംബത്തെക്കുറിച്ച് പഠിക്കാം. നോഹയുടെ കുടുംബം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഈ നോഹയുടെ കുടുംബത്തിന്റെ പ്രത്യേകത, നമ്മൾ ആദ്യം പഠിച്ച ആദാമിന്റെ കുടുംബം, അതാണ് ജനസമൂഹത്തിന്റെ, ഭൂമിയിലെ മനുഷ്യ സമൂഹത്തിന്റെ പിതാവായ ആദാം. ഒന്നാമത്തെ കുടുംബനാഥൻ, ഒന്നാമത്തെ കുടുംബം അത് ആദാമിന്റെ കുടുംബമായിരുന്നു. എന്നാൽ ഇനി നോഹയുടെ കുടുംബത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആദാമിന്റെ ശേഷം ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു, ഒത്തിരി ജനങ്ങൾ പെരുകി. ആ ജനമെല്ലാം പെരുകി, ആ ജനങ്ങളെല്ലാം പാപത്തിൽ ജീവിക്കുന്ന കാലത്ത് ആ ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ജലപ്രളയം കൊണ്ട് ഭൂമിയെ കർത്താവ് നശിപ്പിച്ചു. ആ പ്രളയത്തിന് ശേഷം ഒരു പുതിയ തലമുറ വീണ്ടും ഭൂമിയിൽ ഉടലെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ പുതിയ തലമുറയുടെ പിതാവാണ് നോഹ എന്ന് പറയുന്നത്. പിന്നെ നോഹയിലൂടെയാണ് ഭൂമിയിൽ ജനങ്ങൾ ഉണ്ടാകാനിടയായി തീർന്നത്. അങ്ങനെ ആ പുതിയ തലമുറയുടെ പിതാവായിരുന്നു ഈ നോഹ. ഈ നോഹയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 4 പ്രാവശ്യമാണ് ഈ നോഹയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പുതിയ നിയമത്തിലെ വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആരെങ്കിലും എഴുതിയെടുക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങളിൽ കർത്താവ് ഈ നോഹയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും ഈ നോഹയുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിലും, 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലും പുതിയ നിയമത്തിൽ ഇങ്ങനെ 4 പ്രാവശ്യമാണ് ഈ നോഹയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഈ നോഹയുടെ കുടുംബത്തെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ ഉള്ള ഭാഗങ്ങളിലാണ് ഈ നോഹയെക്കുറിച്ചും നമുക്ക് കാണാനിടയായിത്തീരുന്നത്. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് നോഹയുടെ തലമുറയിൽ നോഹ നീതിമാനും തന്റെ തലമുറയിലൊക്കെ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരുന്നു. അപ്പോ ആ കാലഘട്ടം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ മനുഷ്യൻ പാപം ചെയ്ത് പാപത്തില് വീണ് ജീവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ, ദൈവ കൽപ്പന അനുസരിക്കാതെ, ദൈവത്തോടുള്ള ആരാധനയോ സ്നേഹമോ ഒന്നും ഇല്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരു വലിയ തലമുറയെ നമുക്കവിടെ കാണാം. ആ തലമുറയുടെ നടുവിലാണ് നോഹ കർത്താവിന്റെ അനുസരിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന്റെ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനിടയായിത്തീരുന്നത്. അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ ഓളത്തെ വാക്യത്തിൽ. പ്രിയമുള്ളവരെ, ഞാൻ കേട്ടെ, നമ്മൾക്ക് ഈ പാപപങ്കുലമായ ജീവിതത്തിൽ, ലോകത്തിൽ നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ, ഒരു ദൈവപൈതലായി ജീവിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമ്മളെ കൊണ്ട് സാധിക്കണമെങ്കിൽ കർത്താവിന്റെ കൃപ നമുക്ക് വേണം. കർത്താവിന്റെ കൃപയാണ് നമ്മളെ അങ്ങനെ നിർത്തുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവകൃപ ലഭിച്ചതിന് കാരണം അങ്ങനെ നോഹയ്ക്ക് കൃപ ലഭിക്കാനുള്ള കാരണമാണ് നമ്മൾ ഈ 9-ാം വാക്യത്തിൽ വായിച്ചത്. നോഹ നീതിമാനും
നിഷ്കളങ്കനുമായിരുന്നു. മാത്രമല്ല ദൈവത്തോട് കൂടെ വസിക്കുന്നവൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരുന്നു നോഹ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും നമുക്ക് കർത്താവിന്റെ കൂടെ നടക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വളരെ മോശമാണ്. നമ്മുടെ കാലം വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വളരെ വഴിതെറ്റി ദൈവത്തെ അനുസരിക്കാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ, സമൂഹത്തെ പേടിക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടവും. ആ കാലഘട്ടത്തിലും നമുക്കും ദൈവത്തെ അനുസരിച്ച് ജീവിക്കാം, നമുക്കും ദൈവത്തിന്റെ കൂടെ നടക്കാൻ കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് നോഹ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അങ്ങനെ നോഹയും കുടുംബവും ഈ പെട്ടകത്തിലായിരുന്നു. പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുമ്പോ ഒരു ഇവര് 8 പേര് മാത്രമേ ബാക്കിയുള്ളൂ, പുറത്തുണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 3 പുത്രന്മാരായിരുന്നു നോഹയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ നോഹയും നോഹയുടെ ഭാര്യയും 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, അങ്ങനെയാണ് 8 പേര് ഭൂമിയിൽ അന്ന് ഉണ്ടാകാനിടയായി തീർന്നത്. ഈ നോഹയുടെ പുത്രന്മാരുടെ പേര് ശേം, ഹാം, യാഫേത്ത് എന്ന 3 പേരാണ് നോഹയുടെ പുത്രന്മാർ. അതിലെ ശേമിന്റെ വംശപാരമ്പര്യമാണ് സെമിറ്റിക് വംശജര് എന്ന് പറഞ്ഞാൽ അറബികളും യഹൂദന്മാരും ശേമിന്റെ വംശത്തിൽപ്പെട്ടവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. മധ്യ പൗരസ്ത്യ ദേശത്ത് വസിക്കുന്ന ആ ജനമാണ് ശേമിന്റെ വംശപാരമ്പര്യം. ഹാമിന്റെ വംശമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ളവരെന്ന് വിശ്വസിക്കുന്നു. ഹാമിന്റെ വംശപാരമ്പര്യമാണ് ആഫ്രിക്കൻ വംശജരെന്ന് വിശ്വസിക്കുന്നു. യാഫേത്തിന്റെ വംശജരാണ് ഇൻഡോ യൂറോപ്യർ എന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ ഭൂമി മുഴുവൻ പിന്നെ ജനം ഉണ്ടാകുന്നത് ഈ 3 മക്കളിലൂടെ, നോഹയുടെ മക്കളായ ഈ ശേം, ഹാം, യാഫേത്ത് എന്ന 3 പേരിലൂടെയാണ് ഭൂമിയിൽ പിന്നെ ജനം ഉണ്ടായി വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ഇനി നമ്മൾ വീണ്ടും 6-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ, 6, 7, 11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 6-ാം വാക്യവും 7-ാം വാക്യവും 11-ാമത്തെ വാക്യം. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പം ഇവിടെ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അനുതപിക്കാണ്ടയായിത്തീരുന്നു, സങ്കടപ്പെടുന്നു. എന്നാണ് സങ്കടപ്പെടാൻ കാരണം? അവര് കർത്താവിനെ വിട്ട് അവരുടെ ഹൃദയ നിരൂപണങ്ങൾ, ബോൾത്തെ വായിക്കുമ്പോൾ അവരുടെ നിരൂപണങ്ങൾ ദൈവത്തിന് വിരോധമായിരുന്നു. അവരുടെ നിരൂപണങ്ങൾ ദൈവത്തിന് വിരോധമായതുകൊണ്ട്, അവർ ദൈവത്തെ വിട്ട് മാറുന്നത് കൊണ്ട്, അവർ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ആ തലമുറയോട് കർത്താവിന് ഭയങ്കര വിഷമം തോന്നി എന്നാണ് വായിക്കുന്നത്. 11-ാമത്തെ വാക്യം വായിക്കാവോ? എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ഭൂമി മുഴുവൻ, ആ കാലഘട്ടത്തിലുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ ജനവും, അവര് മുഴുവൻ വഷളത്വം കൊണ്ട് നിറഞ്ഞു. അവര് ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ ബഹുമാനിക്കാതെ ജീവിക്കുന്നവരായി, പാപത്തിൽ ജീവിക്കുന്നവരായി തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തിന്മയും മ്ലേച്ഛതയും അലതല്ലുന്ന ആ സമൂഹത്തിൽ അതിന്റെ സ്വാധീനമേൽക്കാതെ, ആ തിന്മയുടെ സ്വാധീനമേൽക്കാതെ, ആ പാപത്തിന്റെ സ്വാധീനമേൽക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധിയാണ്, വളരെ വളരെ പ്രയാസമാണ്. നമുക്കറിയാം, കാലഘട്ടത്തിനനുസരിച്ചാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. നാട്ടുകാരെല്ലാം ചെയ്യുന്നത് പോലെ, അവരെല്ലാം കാണിക്കുന്നത് പോലെ അങ്ങനെയാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ലോകത്തിന്റെ മാലിന്യം നമ്മളിൽ ഏൽക്കാതെ ജീവിക്കുക എന്നതാണ് ഒരു ദൈവപൈതലിനെ കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്താലുള്ള ആ അനീതി അല്ലെങ്കിൽ ലോകത്താലുള്ള കറ നമ്മുടെ മേൽ പറ്റാതെ സൂക്ഷിക്കുന്നവരാണ് ദൈവമക്കൾ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതി അറിയിക്കാനിടയായിത്തീരുന്നത്. അപ്പോ ഈ ലോകത്തിൽ മാലിന്യങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈ ലോകത്തിലെ മാലിന്യങ്ങളും പ്രതിസന്ധികളും ഒന്നും ദൈവമക്കളിൽ പടരാൻ പാടില്ല. ആ ദൈവമക്കൾ അതിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിതമാണ്. ലോകം പോകുന്നത് പോലെ
പോലെ സാധാരണ മനുഷ്യൻ ദൈവവചനം അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ലോകം ചെയ്യുന്നത് ചെയ്യാതെ, ലോകക്കാര് കാണിക്കുന്നത് ചെയ്യാതെ, അവരുടെ ഭക്ഷണത്തിലേക്ക് പോകാതെ ജീവിക്കുക എന്നതാണ്, അതാണ് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ഒരു ജീവിതം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ യൂത്തൊക്കെ വളരെ വളരെ ഈ കാലഘട്ടത്തിൽ യൂത്തൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് ജീവിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൊച്ച്, ഒരു നമ്മുടെ ഒരു മക്കള് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ മറ്റുള്ളവരെല്ലാം, അവരുടെ കൂട്ടുകാരൊക്കെ, അവരുടെ തലമുറകളിലുള്ള അവരുടെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം അവരെ കളി, നീ ഏത് കാലത്താണ് ജീവിക്കുന്നത്, നീ ഏത് കാലത്ത് ജീവിക്കുന്നവരാ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാനിടയായിത്തീരും. അതുപോലെ എല്ലാവർക്കും മനുഷ്യൻ പാപത്തിൽ ജീവിക്കുമ്പോൾ ആ കൂടെ ജീവിക്കുന്നതാണ് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവത്തിന്റെ ആ ഇഷ്ടമനുസരിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത്, കർത്താവിനെ സന്തോഷിപ്പിച്ച്, കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ആ സമയത്തും അങ്ങനെയുള്ള തലമുറയുടെ നടുവിലും ഈ നോഹ ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചു. ദൈവത്തെ മാത്രം നോക്കി, കർത്താവ് പറയുന്നത് മാത്രം കേട്ട്, കർത്താവ് പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കാൻ ഈ നോഹയ്ക്ക് താല്പര്യം തോന്നി. അതിന് നോഹ റെഡി. ചുറ്റുപാടുകൾ മോശമാണെങ്കിലും നമുക്കും പറ്റും. നമുക്കും കർത്താവിനെ സ്നേഹിച്ച് ദൈവമക്കളായി ജീവിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അതിനുള്ള ദൈവകൃപ, ആ നോഹയ്ക്ക് കർത്താവ് കൊടുത്ത അതേ ദൈവകൃപ നമുക്ക് കിട്ടുവാനിടയായി തീരും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ എല്ലാ ബലഹീനത, നമുക്ക് മനുഷ്യന്റെ എല്ലാ ഒരു ബലഹീനത എന്ന് പറയുന്നത് അനുകരണം എന്നുള്ളതാണ്. ചുറ്റുപാടുകളിൽ കാണുന്നത്, നാട്ടുകാരൊക്കെ ചെയ്യുന്നത്, മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത്, അത് നമ്മളും അനുകരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു ജീവിത രീതി എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. നമുക്കറിയാം, ഒരിക്കലും യേശു കർത്താവ് ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. ആ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുമ്പോ അവന്റെ മേലുണ്ടായിരുന്ന ആ ലഗിയോൻ അത് പന്നികളുടെ മേലേക്ക് കയറി. അങ്ങനെ ആ പന്നികളെല്ലാം കൂടെ ഓടി കടലിൽ ചെന്ന് വീഴുക. അങ്ങനെ ഈ കടലിലേക്ക് വീഴുമ്പോ എല്ലാ പന്നികളും ഓടി, എല്ലാ പന്നികളും പോയി കടലിൽ വീണു. അപ്പോ ഇങ്ങനെ ഒരു ചിന്തകൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പന്നി ഇങ്ങനെ ഓടുക, പന്നികൾ ഇങ്ങനെ ഓടുമ്പോ ഒരു കുഞ്ഞു പന്നി അമ്മപ്പന്നിയോ ചോദിച്ചു, അമ്മേ, നമ്മൾ എന്തിനാണ് ഓടുന്നത്, നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്, നമ്മൾ ഓടുന്നതിന്റെ ആവശ്യം എന്നാ എന്ന് ചോദിച്ചപ്പോ അമ്മപ്പന്നി പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാവരും ഓടുക, നമുക്ക് ഓടാം. പ്രിയമുള്ളവരെ, എല്ലാവരും പോകുന്ന വഴിക്കാണ് ആൾക്കാർക്ക് പോകാൻ താല്പര്യം, എല്ലാവരും പോകുന്ന വഴിയെ പോകാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണ്. നമ്മുടെ മലയാളത്തിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒഴുക്കിന് അനുകൂലമായി ഒഴുകുക, ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് പ്രതിസന്ധിയാണ്. അതിന് ശകലം ആരോഗ്യം വേണം, അതിന് ശകലം കഷ്ടപ്പാടുണ്ട്. എന്നാൽ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുന്നതിന് ഒരു പ്രയാസമില്ല, അത് സുഖകരമായി നമുക്ക് പോകാൻ ഇടയായിത്തീരും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സുഖകരമായ ജീവിതമല്ല എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ. പകരം നമുക്ക് ജയകരമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പ്രതിസന്ധിയെ ജയിച്ച്, ആ പ്രതിസന്ധിയെ കണക്കിടാതെ അതിനെ തോൽപ്പിച്ച് ഒരു നല്ല ഒരു പ്രതിസന്ധിയെ ജയിക്കുന്ന ജയകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും ഒക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ പോകുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ ജനമെല്ലാം അനുകരണത്തിലൂടെ പോകുമ്പോൾ, നോഹയുടെ കാലത്ത് എല്ലാവരും അനുകരണത്തിന് വേണ്ടി നോക്കുമ്പോൾ നോഹയും കുടുംബം മാത്രം കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ അനുസരിച്ച്, കർത്താവിന്റെ മക്കളായി ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനിടയായിത്തീരുന്നത്. നമുക്കറിയാം, ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയ യഹൂദ ബാലന്മാർ, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവരനുകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലരും അനുകരിച്ച് കാണും, അവരുടെ കൂടെ പോയ പലരും അനുകരിച്ച് കാണും. പക്ഷേ അവിടെ പേരെടുത്ത് പറയുന്ന ഒരുപറ്റം ജനങ്ങൾ, ഒരുപറ്റം സഹോദരങ്ങൾ, അവര് അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കേണ്ടതായി തീർന്നു. അവർക്ക് അവിടെ കിട്ടാവുന്ന ആ രാജകീയ സുഖങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദാനിയേലിനും സദ്രക് മേശക് അബേദ്നെഗോവിനും ഒക്കെ അവിടെ ഏറ്റവും നല്ല രാജകീയമായ സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ സ്വീകരിക്കുന്നില്ല
എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ചെന്നപ്പോ അവരുടെ പേര് മാറ്റി, അവരുടെ ആഹാര രീതി മാറ്റി, അവരുടെ ആരാധന രീതി മാറ്റി. ഇങ്ങനെ ഓരോ അധ്യായത്തിലും, 1-ാം അധ്യായത്തിൽ അവരുടെ പേര് മാറ്റുന്നു, 2-ാം അധ്യായത്തിൽ അവരുടെ ആഹാരം മാറ്റുന്നു. അവർക്ക് പിന്നെ രാജകീയ ഭോജനമാണ്. രാജകീയ ഭോജനമൊക്കെ കിട്ടുമ്പോ അവർ രാജാവ് കഴിക്കുന്ന രാജാവിന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ കൂടെ ഏറ്റവും നല്ല സമർത്ഥമായ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് അവിടെ ജീവിക്കാമായിരുന്നു. അവർക്ക് ചിലപ്പോ അങ്ങനെ അത് കിട്ടുമ്പോ ചിലപ്പോ നമ്മളാണെങ്കിൽ നമ്മൾ ഓർക്കും, ഓ കർത്താവിന്റെ കൃപ, കർത്താവ് നമ്മളെ എത്ര സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഈ യഹൂദ ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ രാജകീയ ഭോജനം ഒന്നും വേണ്ട, ഞങ്ങൾ അത് കഴിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കിയല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ കിട്ടുന്നതെല്ലാം നമ്മൾ കഴിക്കുക എന്നുള്ളതല്ല, കർത്താവിന് ഇഷ്ടമുള്ളത് കഴിക്കുക. നമുക്ക് കാണുന്ന പോലെ എല്ലാം ജീവിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്കില്ല. പകരം നമ്മൾ ദൈവമക്കളായതുകൊണ്ട് കർത്താവിന് ഇഷ്ടമുള്ളത്, കർത്താവിന് ഇഷ്ടമില്ലാത്ത, കർത്താവ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഈ യഹൂദ ബാലന്മാർ അവരുടെ ജീവിതം അവർ ശ്രദ്ധിച്ചു. ആ ആഹാരം അവർ കഴിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങൾക്ക് ശാഖപദാർത്ഥങ്ങൾ മതി, പച്ചവെള്ളവും ശാഖപദാർത്ഥം കഴിച്ചാൽ മതി. അങ്ങനെ 10 ദിവസം പരീക്ഷിച്ചു നോക്ക് എന്ന് പറയേണ്ടതായി തീർന്നു. സമൂഹത്തിന്റെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാം നല്ലതാണെന്നും അതെല്ലാം ദൈവിക അനുഗ്രഹങ്ങളാണെന്നും നമ്മൾ വിശ്വസിക്കരുത്. പകരം എന്താണോ കർത്താവ് തരുന്നത്, എന്താണോ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അത് കേൾക്കാനും അതനുസരിക്കാനുമാണ് നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യഹൂദ ബാലന്മാര് അത് തിരസ്കരിച്ചു. 1, ആഹാരം തിരസ്കരിക്കുന്നു. 2, അതിനുശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ ആരാധന മാറ്റുക. അവരോട് പറയാ, ഈ ബിംബത്തെ നമസ്കരിക്കണം എന്ന് പറയുമ്പോ ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ടതായി തീർന്നു. ഉറപ്പായി ഒരിക്കൽ മാത്രം ചെയ്താൽ മതി, വീണ്ടും വീണ്ടും ചെയ്യേണ്ട, എല്ലാ ദിവസവും വണങ്ങണ്ട. ഒരു പ്രാവശ്യം വണങ്ങിയാൽ അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, അവരെ തീക്കകത്ത് ഇടിയല്ലായിരുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, ഈ യഹൂദ ബാലന്മാര് അവര് ഒരു പ്രാവശ്യം പോലും വണങ്ങാൻ അവര് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ അവർ കർത്താവിന് വേണ്ടി നിന്നു, ദൈവനീതിക്ക് വേണ്ടി നിന്നു, ദൈവിക കൽപ്പനകൾക്ക് വേണ്ടി നിന്നു. അതുകൊണ്ട് അവരെ തീയിലെടുത്തിട്ടു. തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. അവരെ തീക്കകത്ത് എടുത്തിട്ടു. പ്രിയമുള്ളവരെ, അവരെ തീക്കകത്ത് ഇട്ടെങ്കിലും അവർ ആ തീയിൽ നിന്ന് അവര് ഒന്നും പറ്റാതെ, രോമത്തിന് പോലും കേടുപറ്റാതെ അവർ ആ തീയിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. ക്രിസ്തീയ ജീവിതം പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിതമാണ്, കഷ്ടങ്ങൾ നിറഞ്ഞ ജീവിതമാണ്, വേദനകൾ നിറഞ്ഞ ജീവിതമാണ്. എന്നാൽ അതിനകത്ത് നമുക്ക് ഒരു പിടിച്ചു നിൽക്കാൻ കർത്താവ് കൃപ തരും. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദാനിയേലിന്റെ പുസ്തകത്തിലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്ന ആ ബാലന്മാരെ തീ കത്തിടുമ്പോ നമ്മളൊക്കെ പറയാറുണ്ട്, 4-മനായി യേശു കർത്താവ് ഇറങ്ങി വന്നു എന്ന് നമ്മളെല്ലാം വായിക്കാറുണ്ട്. അവിടെ രാജാവ് നോക്കിച്ച് പറയുന്നുണ്ട്, 4-മതായി ഞാൻ ഒരാളെ കാണുന്നു, 4-മനായി ഞാൻ ഒരാളെ കാണുന്നു, അവൻ ദൈവപുത്രന് സദൃശ്യനാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. രാജാവാണ് ആ ആളെ 4-മനായി കണ്ടത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് അവിടെ 4-മനല്ലായിരുന്നു. ഈ 3 ബാലന്മാർ തീക്കകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ 4-മതായി യേശു കർത്താവ് ഇറങ്ങിയല്ല, കഷ്ടതയ്ക്കകത്തേക്ക് ഇവര് വന്ന് വീണ് കഴിഞ്ഞപ്പോ യേശു കർത്താവ് പുറകെ വരുമല്ല, പകരം 1-മനാണ് യേശു. ആ തീക്കകത്ത് ഈ ബാലന്മാരെ ഇടുന്നതിന് മുമ്പേ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ രോമത്തിന് പോലും ഒരു കേടും പറ്റാതെ അവരെ രക്ഷിച്ചത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു പ്രതിസന്ധിയിലേക്ക് ചെല്ലുമ്പോ, നിങ്ങളൊരു വേദനയിലേക്ക് ചെല്ലുമ്പോ, നിങ്ങളൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോ, നിങ്ങളൊരു അഗ്നിശോധനയിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ, നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പേ കർത്താവ് അവിടെ ഇറങ്ങി വരും. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ, നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കാതെ നിങ്ങളെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടതയുടെ നടുവിൽ ലോകത്തെ അനുകരിക്കാതെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുക എന്ന് പറയുന്നത് പ്രതിസന്ധി നിറഞ്ഞതാണ്. പക്ഷെ ആ പ്രതിസന്ധി നിറഞ്ഞെടുത്ത് ആ വേദനയിൽ കർത്താവ് ഇറങ്ങി വരും. കർത്താവ് അവിടെ ഇറങ്ങി വന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. അല്ലാതെ കർത്താവ് നോക്കി നിൽക്കുന്ന കർത്താവല്ല. നീ തീയിൽ കൂടെ കടക്കുമ്പോ കർത്താവ് നോക്കി നിൽക്കുന്ന കർത്താവല്ല, പകരം കർത്താവ് തീക്കകത്തേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്. നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോ കർത്താവ് നോക്കി നിൽക്കുന്ന കർത്താവ് കർത്താവിന്റെ ഉള്ളം കരങ്ങളിൽ സൂക്ഷിക്കുന്നവരെ
ഇന്ന് രാവിലെ നിങ്ങൾ അറിയണം, യേശു നിങ്ങളുടെ സഹായകനായി, യേശു നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ട്. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനം വരെ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആരാണോ കർത്താവിനെ സ്നേഹിക്കുന്നത്, ആരാണോ കർത്താവിനെ ബഹുമാനിക്കുന്നത്, ആരാണോ കർത്താവിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്, അവരുടെ കൂടെ യേശു കർത്താവ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ നോഹ അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ തുടങ്ങിയപ്പോ കർത്താവ് നോഹയോട് പറഞ്ഞു, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. മുഴുവൻ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ കർത്താവ് നോഹയോട് പറഞ്ഞു, നോഹേ, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. എന്തിനാണെന്നറിയാവോ? വെള്ളത്തിൽ രക്ഷപ്പെടാൻ. മഴ പെയ്യാൻ പോവാണ്, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോവാണ്. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നോഹ അതുവരെ മഴ കണ്ടിട്ടില്ല. മഴ എന്താണെന്ന് നോഹയ്ക്ക് അറിയത്തില്ല. അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അതുവരെ മഞ്ഞ് പെയ്താണ് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. മഴ എന്താണെന്ന് അറിയത്തില്ലാത്ത നോഹ കർത്താവ് ഇത് പറഞ്ഞപ്പോ, എന്തിനാ കർത്താവേ, അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. ആ നോഹ അത് അനുസരിക്കേണ്ടതായി തീർന്നു. കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന, കർത്താവ് എന്തു പറഞ്ഞാലും അത് ചിലപ്പോൾ ഭോഷത്വമാണെന്ന് തോന്നിയാലും അതനുസരിക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു നോഹ. നോഹ ഈ പെട്ടകത്തിന്റെ പണി തുടങ്ങുമ്പോ നാട്ടുകാരെല്ലാം കളിയാക്കി കാണും. എല്ലാവരും പറഞ്ഞു കാണും, ഇവന് വട്ടുപിടിച്ചു, ഇവന് ഭ്രാന്ത എന്ന് പറഞ്ഞു കാണും. കാര്യം, ഈ മഴ പെയ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ആരും സമ്മതിക്കുകയില്ല. മഴ എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. അങ്ങനെ പ്രതിഭാസം ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ചിലപ്പോ ഈ നോഹയെ എല്ലാവരും പിന്മാറ്റാൻ ശ്രമിച്ചു കാണും. പക്ഷേ ഞാൻ നിങ്ങൾ പറയട്ടെ, നോഹ പിന്മാറിയില്ല. ആ പെട്ടകം, അത്ര വലിയ പെട്ടകം, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാ പണിയുന്നത്. അല്ലാതെ നോഹയ്ക്ക് കുടുംബത്തിന് വേണ്ടി പണിയുമല്ല, മുഴുവൻ മനുഷ്യർക്കും കയറാൻ വേണ്ടിയാ. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം മുഴുവൻ ലോകത്തിന് വേണ്ടിയുള്ളതാ. അല്ലാതെ ഒരു കുടുംബത്തിന് വേണ്ടിയോ ഒരു ഭവനത്തിന് വേണ്ടിയുള്ളതല്ല, ചിലർക്ക് വേണ്ടിയുള്ളതല്ല. കർത്താവിന്റെ പ്ലാനുകളെല്ലാം, കർത്താവിന്റെ പദ്ധതികളെല്ലാം മുഴുവൻ ലോകത്തിനു വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും, ആരൊക്കെ ഇത് വിശ്വസിക്കുന്നോ, ആരൊക്കെ ഓടിക്കേറുന്നോ, അവർക്കെല്ലാം കയറാവുന്ന പെട്ടകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ചെറിയ പെട്ടകമല്ല, വലിയ പെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ തന്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു കാണും. പണിക്കാരെല്ലാം വിളിച്ച് പണിയിച്ച് തന്റെ കയ്യിലെ പൈസ തീർന്നു കാണും. ചിലപ്പോൾ തന്റെ ഭൂമി ചിലപ്പോൾ വിറ്റ് കാണും. അതൊക്കെ വിറ്റൊക്കെ ആയിരിക്കും പണിയുന്നത്. ഇതെല്ലാം പണിയുമ്പോൾ നാട്ടുകാർ പറഞ്ഞു, പണിയുന്ന ആശാരി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു കാണും, ഇദ്ദേഹത്തിന് ഭ്രാന്ത എന്ന് പറഞ്ഞു കാണും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനും നിങ്ങളും കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോ, ഞാനും നിങ്ങളും കർത്താവ് പറയുന്നത് കേൾക്കുമ്പോ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോ നാട്ടുകാർ നിങ്ങളെ പഴിച്ചേക്കാം, നാട്ടുകാർ നിങ്ങളെ ഭ്രാന്തനെന്ന് പറഞ്ഞേക്കാം, കളിയാക്കിയേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, കർത്താവിനെയാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ, ആരെല്ലാം പറഞ്ഞാലും നമുക്കതിൽ നിന്ന് പിന്മാറാൻ തോന്നിയല്ല, നമുക്ക് ആ കർത്താവിനെ അനുസരിക്കാൻ തോന്നും. അങ്ങനെ പെട്ടകം ഉണ്ടാക്കി. ഈ പെട്ടകം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ സംഭവിക്കുന്നത്, അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഈ പെട്ടകത്തിനകത്ത് എല്ലാ മൃഗങ്ങളും കയറി, എല്ലാ പക്ഷികളും കയറി, മനുഷ്യൻ നോഹയും കുടുംബവും അതിനകത്ത് കയറി. പ്രസംഗം കേട്ട ഒരാൾ പോലും കയറിയില്ല. തന്റെ പ്രസംഗം കേട്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, നോഹയും കുടുംബം മാത്രമേ അതിനകത്ത് കയറിയുള്ളൂ എന്നാണ് വായിക്കേണ്ടതായിത്തീരുന്നത്. അങ്ങനെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ, അവരാണ് ആ പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കുടുംബം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരെല്ലാം പെട്ടകത്തിനകത്ത് കയറി. ദൈവം തമ്പുരാൻ ആ കഥ കടച്ചു എന്നാണ് വായിക്കുന്നത്. കർത്താവാണ് ഈ പെട്ടകത്തിന്റെ കഥ കടച്ചത്. എന്ന കാര്യം അറിയാവോ? ഈ നോഹ ഈ ഇനി അബദ്ധങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി നോഹ അടയ്ക്കാതെ കർത്താവ് തന്നെ അടയ്ക്കേണ്ടതായി തീർന്നു. അവിടെ വായിക്കുന്നത് 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടേയിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയപ്പോ ഭൂമിയിൽ ജലപ്രളയം ഉണ്ടാകാൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. പ്രിയമുള്ള, നമുക്കറിയാം, നമ്മൾ കണ്ടതാ 2018 കേരളത്തിൽ ഉണ്ടായ ആ ജലപ്രളയം, കേരളത്തെ മുഴുവൻ വെള്ളത്തിലാക്കിയ ഒരു ജലപ്രളയം നമ്മൾ കണ്ടതാ. അത് ചില ദിവസങ്ങളെ പെയ്തുള്ളൂ. ചില ദിവസങ്ങൾ മാത്രം പെയ്തപ്പോ കേരളം മുഴുവൻ വെള്ളത്തിനടിയിലായി. അന്ന് ലോകം, നമ്മൾ അനുഭവിച്ച, മലയാളികൾ അനുഭവിച്ച, കേരളീയർ അനുഭവിച്ച ആ വലിയ പ്രതിസന്ധി, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ജീവനെ കൊതിക്കുന്ന ആ ഒരു പ്രതിസന്ധി, അന്ന് ആൾക്കാരെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ഈ 2018. പക്ഷെ നോഹയുടെ കാലത്ത് അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ പെട്ടകം ഒഴികെ രക്ഷപ്പെടാൻ വേറൊരു മാർഗവും ഇല്ലായിരുന്നു. ഇന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകം മുഴുവൻ സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടകം തുറന്നിരിപ്പുണ്ട്, ആ പെട്ടകത്തിനകത്തേക്ക് കയറിയാൽ രക്ഷ പ്രാപിക്കാമെന്നാണ് സുവിശേഷം വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തു ആകുന്ന ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും രക്ഷയുണ്ട്. അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അവരെ രക്ഷിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ 40 രാവും 40 പകലും മഴ പെയ്ത് ആ ഭൂമിയിൽ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം എന്തെല്ലാം ചിന്തിച്ച് കാണും ആ പെട്ടകത്തിനകത്തിരിക്കുന്നവർ. നോക്കി, ഈ
നോഹയും കുടുംബവും പെട്ടകത്തിനകത്തിരിക്കുക, പെട്ടകം അടച്ചിരിക്കുന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങനെ ആ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പെട്ടകം ഉയർന്നു. ഇനിയിപ്പോ ഭൂമിയിൽ ഒന്നും കാണാനില്ല, വെള്ളത്തിന് മുകളിൽ പെട്ടകം നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം, അവരുടെ മനസ്സിൽ കൂടെ എന്തെല്ലാം ചിന്തകൾ മറന്നുപോയി കാണും. ദൈവം മറന്നു കാണുമോ? കുറെ നാളായല്ലോ, എത്രയോ നാളായി ഈ പെട്ടകത്തിനകത്ത് കയറിയിട്ട്. 40 ദിവസം മഴ പെയ്ത് ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും വെള്ളം വന്നിട്ട് ഉറവുണ്ടായി, മഴയും പെയ്തു, വെള്ളം ഇങ്ങനെ ഭൂമിയിൽ പൊങ്ങിയിരിക്കുന്നു, സകലത്തിന്റെയും മുകളിൽ വെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവർക്ക് അറിയത്തില്ല ഇനി ചുറ്റുപാട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. അന്ന് ഗ്ലാസ് വിൻഡോ ഒന്നും ഇല്ലല്ലോ, അവർക്ക് ജനല് തുറന്നു നോക്കാൻ പറ്റിയല്ലോ. അങ്ങനെ അവര് ഇത് ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോ അവരുടെ പ്രതിസന്ധി, അവർ അനുഭവിക്കുന്ന മാനസിക വ്യത എത്ര വലുതാ എന്ന് ഓർത്ത് നോക്കിക്കേ പ്രിയമുള്ളവരെ. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകം മുഴുവൻ കൊറോണ വന്നിട്ട് ലോക്ക്ഡൌൺ ആയി. ആ ലോക്ക്ഡൌൺ ആയ സമയത്ത് പോലും അന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കണമെന്നേ ഉള്ളൂ, നമുക്ക് അത്യാവശ്യങ്ങളിൽ പുറത്തു പോകാം. അങ്ങനെയുള്ള സമയത്ത് പോലും മനുഷ്യൻ ഡിപ്രഷനിലായി തീർന്നു, മനുഷ്യന് ഭയങ്കര പ്രയാസമായി തീർന്നു. എന്തായിത്തീരുന്നുള്ള ആകുലതകൾ മനുഷ്യനുണ്ടായില്ലേ പ്രിയമുള്ളവരെ? ആ സമയത്ത് നമ്മൾ വീടിനകത്ത് ഇരിക്കണ്ട, നമുക്ക് അത്യാവശ്യത്തിന് പുറത്തു പോകാം. നമ്മുടെ പോക്കറ്റിൽ ഒരു കത്ത് കിടന്നാൽ മതി, എന്നെ ആവശ്യത്തിന് പോവുക എന്നുള്ള കത്തുണ്ടെങ്കിൽ നമുക്ക് പോകാം. നമ്മുടെ 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 സുഹൃത്തുക്കളെ വേണ്ടി നമുക്ക് പോയി കാണാം. അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും മനുഷ്യൻ മുഴുവൻ പ്രതിസന്ധി അനുഭവിച്ചു, മാനസികമായി ഭാരം അനുഭവിച്ചു, ടെൻഷൻ അനുഭവിച്ചു. ഈ കാലഘട്ടം ഓർത്ത് നോക്കിയേ, നോഹയും കുടുംബവും അവര് മാത്രം, അവർക്ക് വേറെ ആരോടും മിണ്ടാനില്ല, വേറെ ആരോടും സംസാരിക്കാനില്ല. അവര് മാത്രം പെട്ടകത്തിനകത്തിരിക്കുന്നു. അത് 40 രാവും 40 പകലും മഴ പെയ്തു. ആ 40 ദിവസം അല്ല പ്രിയമുള്ളവരെ, ആ പെട്ടകത്തിനകത്ത് ഇവർ ഇരുന്നത് 1 വർഷമാണ് ഇരുന്നത്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 2-ാം മാസം 17-ാം തീയതിയാണ് മഴ ആരംഭിക്കുന്നത്. ആ 2-ാം മാസം 17-ാം തീയതിയാണ് ഇവര് പെട്ടകത്തിനകത്ത് കയറിയത്. അന്ന് പെട്ടകത്തിനകത്ത് കയറിയിട്ട് ആ പെട്ടകത്തിനകത്ത് നിന്ന് ഇറങ്ങുന്നത് നമ്മൾ വായിക്കുന്നത് അടുത്ത വർഷം 2-ാം മാസം 27-ാം തീയതി മഴ പെയ്തു തുടങ്ങി. 2-ാം മാസം 17-ാം തീയതിയാണ് ഇവര് പുറത്തിറങ്ങുന്നത്. അപ്പൊ തികച്ചും ഒരു വർഷം മുഴുവൻ അവർ പെട്ടകത്തിനകത്തിരിക്കുക. അവർക്ക് വേറെ ആരുമായിട്ടും യാതൊരു ബന്ധമില്ല. എന്നിട്ടും അവർ ദൈവത്തെ വിട്ട് മാറുന്നില്ല. ഇങ്ങനെ ഇത്ര വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും അവർ കർത്താവിനെ വിട്ട് മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് അവിടെ ഇരിക്കുമ്പോൾ ഓർക്കാം, ദൈവം മറന്നു കാണുമോ? ഈ ദുസ്ഥിതി മാറുമോ? ഈ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് മാറുമോ? പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എങ്ങനെയാ? നമ്മളൊരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോ, നമ്മളൊരു വേദനയിലൂടെ പോകുമ്പോ, നമ്മളൊരു കടഭാരത്തിലൂടെ പോകുമ്പോ, നമ്മളൊരു രോഗത്തിലൂടെ പോകുമ്പോ നമ്മുടെ ചിന്ത ഇതോടെ തീർന്നു പോകുമോ? ദൈവം എന്നെ മറന്നു കാണുമോ? ദൈവം എന്നെ ഉപേക്ഷിച്ച് കാണുമോ എന്നൊക്കെ നമ്മളൊക്കെ ചിന്തിക്കാറുള്ളേ പ്രിയമുള്ളവരെ. ഞാൻ നിങ്ങൾ പറയട്ടെ, കർത്താവിന്റെ കണ്ണ് നിന്റെ മേൽ തന്നെയുണ്ട്. കർത്താവിന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട്. കർത്താവ് നിന്നെ ഒരു നാളും മറക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ മറക്കുകയില്ലെന്ന് പറഞ്ഞ യേശു, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ടെങ്കിലും കർത്താവ് അറിയാതെയല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ആ പ്രതിസന്ധിയെയും നിങ്ങൾ ജയിക്കും. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ആ പ്രതിസന്ധിയെയും നിങ്ങൾ ജയിക്കും. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ പ്രതിസന്ധിക്ക് കൊല്ലാൻ കഴിയല. ലോകത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞാലും, ലോകത്തെ മുഴുവൻ ഇല്ലാതെയാക്കിയാലും, ചുറ്റുപാടുകളെല്ലാം കളഞ്ഞാലും, നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ചിലപ്പോൾ തകർന്നു പോയാലും നിങ്ങൾ തകർന്നു പോകുകയില്ല. കാരണം നിങ്ങൾ കർത്താവിന്റെ കൂടെയാ. നിങ്ങൾ കർത്താവ് പറഞ്ഞെടുത്ത കർത്താവ് പറഞ്ഞ യാത്രയിലാണ് നിങ്ങളുള്ളത്, കർത്താവ് പറഞ്ഞ പെട്ടകത്തിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങളെ തകർത്ത് കളയാൻ ഈ പ്രതിസന്ധിക്ക് ആകുകയില്ല എന്ന് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ ദൈവിക കരുതലിനെ അവർക്ക് സംശയിക്കുകയും അവർക്ക് മനസ്സ് പതറിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാമായിരുന്നു. പക്ഷെ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. സാധാരണ മനുഷ്യനുണ്ടാകുന്ന പോലെ മനസ്സ് തകരുകയോ അവര് ഇട്ടേച്ചു പോവുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. നമുക്കിനി ഉൽപ്പത്തി പുസ്തകത്തിലെ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 8-ാം അധ്യായം 1-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം. പാസ്റ്റർ ഒന്ന് വായിക്കുക, ഇവിടെ പ്രയർ നടക്കുവാണ് സ്കൂളിലെ. ഓഹോ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. പ്രിയമുള്ളവരെ, നമ്മളെ ഓർക്കാതിരിക്കുന്ന ഒരു കർത്താവല്ല. അവിടെ പറയാ, നോഹയെയും നോഹയോട് കൂടെയുള്ള സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും കർത്താവ് ഓർത്തു. പ്രിയമുള്ളവരെ, ഇത് നാട്ടുകാർ ഓർത്തേണ്ട ഒരു കാര്യമില്ല. നമ്മളെ കുറിച്ച് നാട്ടുകാർ ചിന്തിച്ചിട്ട് വേറെ ഒരു ഗുണവുമില്ല. നമ്മുടെ വീട്ടുകാർ ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല.
നമ്മളെക്കുറിച്ച്, നമ്മുടെ ആ അവസ്ഥയെ, നമ്മുടെ അവസ്ഥയിൽ, നമ്മുടെ ഈ പ്രതിസന്ധിയിൽ ആരെല്ലാം ഓർത്തിട്ട് ഒരു കാര്യവുമില്ല, പരിഹാരമില്ല. പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് യേശു കർത്താവ് ഓർക്കണം. കർത്താവ് ഓർക്കുമ്പോഴാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് നമുക്കൊരു ജയം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: കർത്താവ് നോഹയെ ഓർത്തു, ആ കൂടെയുള്ളവരെ ഓർത്തു. പ്രിയമുള്ളവരെ, നമ്മളെ ഓർക്കുന്ന കർത്താവ്, നമ്മളെ മറന്നു കളയാത്തൊരു കർത്താവുണ്ട്. നമ്മളെ ഒരു നാൾ കർത്താവ് മറന്നു കളയല. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാൾ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഒരു നാൾ നിങ്ങളെ തള്ളിക്കളയാലെന്ന് പറഞ്ഞ ആ കർത്താവ് ഇന്നും നമ്മളെ തള്ളിക്കളയാതെ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സഹായിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ യേശു കർത്താവിന് കഴിയും. നിങ്ങളുടെ ഈ അവസ്ഥ കർത്താവ് അറിയാതെ അല്ല, കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. കർത്താവ് അറിഞ്ഞ പ്രതിസന്ധി ആയതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. നിങ്ങളെ രക്ഷപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കാരണം നിങ്ങൾ കർത്താവിന്റെ മക്കളാണ്, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, നിങ്ങൾ കർത്താവിന്റെ കൂടെയാണുള്ളത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ വായിച്ചു, ദൈവം അവരെ ഓർത്തു. ദൈവം നമ്മളെ ഓർത്താൽ നമ്മുടെ കാര്യങ്ങളെല്ലാം, പ്രതിസന്ധികളെല്ലാം മാറും, നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും, നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ മറക്കുകയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, ഒരു പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും കർത്താവ് നമ്മളെ മറക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ പെറ്റ തള്ള കുഞ്ഞിനെ മറക്കുക എന്ന് പറയുന്നത് അത് സാധാരണയാണ്. ഇത് ഇന്നലെയും ന്യൂസ് ചാനൽ കാണുമ്പോൾ, ഇന്നലെ മിനിങ്ങാന്ന് ന്യൂസ് ചാനൽ കാണുമ്പോ നമ്മളെല്ലാരും കേട്ടു, തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ പ്രസവിച്ച കുഞ്ഞിനെ അപ്പോൾ തന്നെ അതിന്റെ കഴുത്ത് ബ്ലേഡിന് ഇറക്കുകയും കത്രിക കുത്തി ഇറക്കുകയും ചെയ്ത് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ യെശയ്യാ പ്രവാചകൻ പുസ്തകത്തിൽ പറയാ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരുന്നാലും, മറന്നാലും കർത്താവ് പറയാ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. പ്രിയമുള്ളവർ, നമ്മളെ ഒരു നാളും മറക്കാത്ത ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും കർത്താവ് മറന്നെന്ന്. ചിലപ്പോൾ നമ്മളോട് പിശാചി ചിലപ്പോൾ പറയും, നമ്മുടെ ബുദ്ധി ചിലപ്പോൾ നമ്മളോട് പറയും, ദൈവം നിന്നെ മറന്നു, കർത്താവ് നിന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ തോന്നിപ്പോയേക്കാം. പ്രിയമുള്ളവരെ, ഒരു നാളും നിന്നെ മറക്കുകയില്ല. കർത്താവിന് നിന്നെ മറക്കാനാകിയല്ല. കാര്യം, അവന് വാക്കുമാറുന്നവനല്ല. യേശു കർത്താവ് വാക്കുമാറാത്തവനാണ്. കർത്താവ് വാക്കുമാറാത്ത കർത്താവായതുകൊണ്ട് കർത്താവ് നിന്നെ ഒരു നാളും മറക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് വായിക്കുന്നത്. അപ്പോ നമ്മുടെ ദുസ്ഥിതിയും കഷ്ടതയും രോഗവും ഒന്നും ദൈവം അറിയാതെ നമുക്ക് വരുന്നതല്ല. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മളെ അതിജീവിപ്പിക്കും. ഇതിൽ നിന്നെല്ലാം നമ്മളെ പുറത്തു കൊണ്ടുവരും. ഇന്ന് അനുഭവിക്കുന്ന ആ രോഗമില്ലേ, അത് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറും. ആ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നതാണ്. ആ കഷ്ടതകൾ അത് നിങ്ങളെ വിട്ടുമാറും. പ്രിയമുള്ളവരെ, അത് നിങ്ങളുടെ കർത്താവ് വിടുവിക്കാൻ കർത്താവ് ശക്തനാണ്. യേശു കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഒരു പെട്ടകത്തിനകത്ത് ഇരിക്കുന്നു. ആ പെട്ടകത്തിനകത്തുനിന്ന് 1 വർഷം കഴിയുമ്പോൾ അവരെ കർത്താവ് പുറത്തു കൊണ്ടിരുന്നു. എല്ലാ കാലത്തും നമ്മൾ അതിനകത്ത് ഇരിക്കുകയില്ല. എല്ലാ കാലത്തും നമ്മൾ നിങ്ങളെ ഇങ്ങനെ അടച്ചു സൂക്ഷിക്കുകയല്ല. ലോകം കാണാതെ നിങ്ങളെ അടച്ചു വെക്കുന്ന ഒരു കർത്താവല്ല കർത്താവ്. നിങ്ങളെ അനുഗ്രഹിക്കുന്ന, നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. നമുക്ക് വീണ്ടും ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. അപ്പോ പെട്ടകം അരാരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചു. പെട്ടകം അരാരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചപ്പോ അവിടുന്ന് ഈ നോഹയും കുടുംബവും പുറത്തിറങ്ങി. കർത്താവ് അവരോട് പറഞ്ഞു, പുറത്തിറങ്ങിക്കോളാൻ പറഞ്ഞു. 2-ാം മാസം 17-ാം തീയതി അവര് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവരാദ്യമായിട്ട് ചെയ്ത കാര്യം ആണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ നോഹ ശുദ്ധിയുള്ള മൃഗങ്ങളെ എടുത്ത് അതിൽ നിന്ന് ദൈവത്തിന് യാഗം കഴിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വരുമ്പോ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറന്നു തരുമ്പോ, കർത്താവ് നമ്മളെ ഓർക്കുമ്പോ നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കർത്താവിനെ നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടാകുമ്പോ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ
ദൈവത്തെ നമ്മൾ മറന്നു പോകും. ദൈവത്തെ മറന്നു പോകാതെ ഈ നോഹ ദൈവത്തോട് നന്ദി പറയുക. കർത്താവേ, എന്നെ കർത്താവ് വിടുവിച്ചല്ലോ, എന്റെ കുടുംബത്തെ കർത്താവ് രക്ഷിച്ചല്ലോ. നോർത്തോയ്ക്ക് ലോകം മുഴുവൻ തീർന്നു. ലോകത്തിൽ ഇനി ഒന്നുമില്ല. ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിപ്പില്ല. എല്ലാ മനുഷ്യനും എല്ലാ മൃഗങ്ങളും ഒക്കെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും തീർന്നുപോയി. ഈ ഒരു കുടുംബം മാത്രം, കർത്താവ് അവരെ മാത്രം രക്ഷിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ ഒരു കുടുംബത്തെ മാത്രം ദൈവം രക്ഷിച്ചത്? ആ കുടുംബത്തിനോട് മാത്രം കർത്താവ് അങ്ങനെ സ്നേഹം കാണിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം മറ്റൊന്നല്ല. അവിടെ ആദ്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ, ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു ഈ നോഹ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി കർത്താവിന് എല്ലാ കാലത്തും ഒരു കരുതലുണ്ട്. കർത്താവിന് എല്ലാ കാലത്തും അവരോട് സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ പ്രളയം ഉണ്ടാകട്ടെ, ബുദ്ധിമുട്ടുണ്ടാകട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, കാലത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ കൃപ നമുക്ക് ലഭിച്ചാൽ, കർത്താവിന്റെ കൃപ നമ്മൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അതിനകത്ത് ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളെ കർത്താവ് വിടുവിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ഈ നോഹ അവിടെ ഇറങ്ങിയ ഉടനെ കർത്താവിനെ ആരാധിക്കാൻ തീരുമാനിച്ചു, കർത്താവിനെ സ്തുതിക്കാൻ തീരുമാനിച്ചു. ഒന്നാമത് അവര് വീട് പണിയുമല്ല ചെയ്തത്, ഒന്നാമത് അവര് കൃഷി ചെയ്യുമല്ല ചെയ്തത്, ഒന്നാമത് അവര് ചെയ്തത് ദൈവത്തെ ആരാധിക്കുക. മുമ്പേ അവന്റെ രാജ്യവും നീ അന്വേഷിപ്പിൻ, അതോടെ ഇതൊക്കെയും കിട്ടുമെന്ന് കർത്താവ് നമ്മൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെതാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം കർത്താവിൻ്റെതാകട്ടെ. എല്ലാ ദിവസവും രാവിലെ ഒന്നാമത്തെ സമയം കർത്താവിന് കൊടുക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും പ്രാരംഭ സമയം കർത്താവിന് വേണ്ടി കൊടുക്കാം. നമുക്കൊരു നല്ല കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ നോഹയും കുടുംബവും അവരൊരുമിച്ച് ആരാധന കഴിക്കാൻ തീരുമാനിച്ചു. ആരാധന മറന്നുപോയില്ല. ഈ ഒരു വർഷം പെട്ടകത്തിനകത്ത് ഇരുന്നത് കൊണ്ട് ആ ഒരു വർഷം അവർക്ക് ആരാധന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ അവര് യാഗം കഴിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവര് യാഗം മറന്നുപോയില്ല, ആരാധന മറന്നുപോയില്ല. ഇനിയിപ്പം എന്നെ പേടിക്കാനാ, ലോകം മുഴുവൻ നമ്മുടെ കയ്യിലാണല്ലോ, ഇനി വേറെ ഒന്നും കിട്ടാനില്ലല്ലോ, എല്ലാം കിട്ടി. നേരത്തെ അവർക്ക് കുറച്ച് സ്വത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഭൂമിയുടെ മുഴുവൻ ആധാരവും നോഹയുടെ കയ്യിലാണ്. ഈ ഭൂമിക്ക് വേറെ അവകാശികളൊന്നുമില്ല, മുഴുവൻ കിട്ടി. അപ്പൊ ഭൂമി മുഴുവൻ കിട്ടിയ ഈ നോഹയ്ക്ക് ഇനി എനിക്ക് എന്നാ കിട്ടാനാ, എനിക്കെല്ലാം ഉണ്ടല്ലോ എന്ന് ഓർത്തില്ല. പ്രിയമുള്ളവരെ, ആ നോഹ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു. എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം കർത്താവ് തരുന്ന എന്നുള്ള കാര്യം മറന്നു പോകരുത്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ, സ്ഥാനമാനങ്ങളായിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് പ്രൊമോഷൻ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ സാലറിയിലുള്ള ഒരു വർധനമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, എന്ത് കിട്ടിയാലും അതെല്ലാം കർത്താവാണ് നമുക്ക് തരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ കർത്താവിന് നന്ദി പറയാൻ കടപ്പെട്ടവരാണ് നാം എന്ന് ഓർപ്പിക്കട്ടെ. ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതുകൊണ്ട് നാം യേശു മുഖാന്തരം ദൈവത്തിന് ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കണം. കർത്താവിന്റെ ആഗ്രഹം, പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കണം, കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കുന്നവരായിരിക്കണം, യേശു മുഖാന്തരം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ നോഹയുടെ കുടുംബം ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ ആദരിക്കുന്ന ഒരു നല്ല കുടുംബമാണ്. ആ സമൂഹം ലോകം മുഴുവൻ പാപത്തിൽ ജീവിക്കുമ്പോഴും പാപത്തെ വെറുത്ത്, പാപത്തെ വിട്ടകന്ന് ഒരു നല്ല ജീവിതം നയിക്കുന്ന ഒരു കുടുംബമായിരുന്നു നോഹയുടെ കുടുംബം എന്നാണ് നമ്മൾ വായിച്ചു വന്നത്. ഇനി നമുക്ക് അടുത്ത 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ സംഭവം നമ്മൾ മനസ്സിലാകുന്നു. അവിടെ ഭൂമിയിലെല്ലാം ഇവര് കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പം എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കാനാന്റെ പിതാവായ മതി. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, ഇതുവരെ നമ്മൾ നോഹയെ കുറിച്ച് കേട്ടതും വായിച്ചതും ഒക്കെ നോഹ ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തെ ബഹുമാനിക്കുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനുമായിരുന്നു. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ ഈ യാഗത്തിനൊക്കെ ശേഷം താൻ കൃഷി ആരംഭിച്ചു കഴിഞ്ഞപ്പോ
നോഹയ്ക്ക് നല്ല വിളവ് കിട്ടി. ഭൂമിയിൽ നല്ല വിളവ് ഈ നോഹയ്ക്ക് കിട്ടി. താൻ മുന്തിരി നട്ടുണ്ടാക്കിയിട്ട് ആ മുന്തിരിയിൽ നിന്ന് താൻ വീഞ്ഞു കഴിച്ച് അവൻ ലഹരി പിടിച്ച് മത്തനായി പോയി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളൊക്കെ കാണുന്ന ഒരു അനുഭവം, കർത്താവിനെ അറിഞ്ഞ ശേഷം, കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ശേഷം, കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവ് അവരെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ പല ആൾക്കാരും കർത്താവിനെ മറന്നു പോകുന്നു. പിന്നെ പലതും ആകാം എന്ന് തോന്നിപ്പോകുന്നു. പിന്നെ പലതും ചെയ്യാം, ഒരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയൊക്കെ ജീവിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കർത്താവ് ക്ഷമിച്ചോളൂ, അല്ലെ കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നോഹയുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവൻ ലഹരി പിടിച്ചവനായി മത്തനായി കിടന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ പണ്ടുള്ള കാലത്തൊക്കെ ആൾക്കാർ കിടക്കുന്നത് പോലെ, ഓടയിൽ കിടക്കുന്നത് പോലെ തുണിയില്ലാതെ ഈ മത്തനായി ഇദ്ദേഹം കിടക്കാനിടയായി തീർന്നു. അങ്ങനെ മദ്യപാനം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നല്ല വിളവ് കിട്ടി, മദ്യപാനം തുടങ്ങി. നല്ല വരുമാനം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്നുപോകും. നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നുപോകും. നല്ല സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ ചിലപ്പോൾ മനുഷ്യൻ ദൈവത്തെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കിക്കേ, കഴിഞ്ഞ കാലങ്ങളിൽ നോഹ എത്ര നല്ലവനായിരുന്നു. ആ സമൂഹം മുഴുവൻ, ലോകം മുഴുവൻ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ, ആ ലോകം മുഴുവൻ പാപത്തിൽ ജീവിച്ചപ്പോ അതിനെതിരെ നിന്നവൻ, അത് ചെയ്യാതെ, പാപം ചെയ്യാതെ കർത്താവിനെ സ്നേഹിച്ചു നിന്ന ആ മനുഷ്യൻ ഇപ്പൊ ദേണ്ടേ അനുഗ്രഹിക്കപ്പെട്ടപ്പോ, നന്മ ലഭിച്ചപ്പോ, അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ മാറിക്കഴിഞ്ഞപ്പോ, വേദനകളെല്ലാം മാറിക്കഴിഞ്ഞപ്പോ അവൻ മദ്യപാനിയായി തീർന്ന് അവൻ ലക്കില്ലാതെ മദ്യപിക്കുന്ന ഒരു മനുഷ്യനായി മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 9-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ അവൻ അതിലെ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീക്കി കിടന്നു. കാനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു.
പാസ്റ്ററെ 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 ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറാമോ? പാസ്റ്ററുടെ സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ലിങ്കിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. പാസ്റ്ററെ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറാമോ? പാസ്റ്ററുടെ സൗണ്ട് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ലിങ്കിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. സാധാരണ നമ്മള് വീഡിയോ കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോവില്ലേ? അവിടെ പാസ്റ്റർ എടുത്ത് റേഞ്ച് കുറവുണ്ട്. മേളിലൊരു ഒരു 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 ഗുണചിഹ്നമില്ല, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഒരു 5-6 മിനിറ്റ് ആയിട്ട് പാസ്റ്ററുടെ സൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. ഞാൻ ഇത് ഈ ടാബിലൂടെയും കൂടെ കേട്ടോണ്ടായിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോവില്ലേ? അവിടെ പാസ്റ്റർ എടുത്ത് റേഞ്ച് കുറവുണ്ട്. മേളിലൊരു ഒരു ഒരു ഗുണചിഹ്നമില്ല, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഒരു 5-6 മിനിറ്റ് ആയിട്ട് പാസ്റ്ററുടെ സൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. ഞാൻ ഇത് ഈ ടാബിലൂടെയും കൂടെ കേട്ടോണ്ടായിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോവില്ലേ? അവിടെ പാസ്റ്റർ എടുത്ത് റേഞ്ച് കുറവുണ്ട്. മേളിലൊരു ഒരു ഗുണചിഹ്നമില്ല, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഒരു 5-6 മിനിറ്റ് ആയിട്ട് പാസ്റ്ററുടെ സൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. ഞാൻ ഈ ടാബിലൂടെയും കൂടെ കേട്ടോണ്ടായിരിക്കുന്നത്. വീഡിയോ കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോവില്ലേ? അവിടെ പാസ്റ്റർ എടുത്ത് റേഞ്ച് കുറവുണ്ട്. മേളിലൊരു ഒരു ഗുണചിഹ്നമില്ല, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഒരു 5-6 മിനിറ്റ് ആയിട്ട് പാസ്റ്ററുടെ സൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. എവിടെ പോലെ ശബ്ദമില്ലാത്തത് പറയാൻ നമുക്ക് ശബ്ദമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഹ യുടെ മദ്യപാനം മുതലാണ് കേൾക്കാതിരുന്നത്. ഓക്കെ ഓക്കെ പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മള് പറഞ്ഞത് നോഹയുടെ മദ്യപാനം വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഈ 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അവിടെ ഈ നോഹ കൃഷി ചെയ്ത് വീഞ്ഞ് മുന്തിരി കൃഷി ചെയ്തു, വീഞ്ഞുണ്ടായി. ആ വീഞ്ഞ് കഴിച്ച് മദ്യപാനം ആരംഭിച്ചു. ആ മദ്യപാനം ആരംഭിച്ച്
അത് കണ്ട ഹാം, തന്റെ മകനായ ഹാം ഈ നഗ്നത നാട്ടിലെല്ലാം പാട്ടാക്കി. നാട്ടിൽ എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, തന്റെ സഹോദരന്മാരേ ഉള്ളൂ. ആ സഹോദരന്മാരോട് എന്ന് പറഞ്ഞു, എന്റെ പിതാവ് ഇങ്ങനെ മദ്യപിച്ച് ലക്കില്ലാതെ തുണിയില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞ് ആ പിതാവിനെ പരിഹസിക്കാനിടയായി തീർന്നു. അവന്റെ കുടുംബം നശിച്ചുപോയി, അവന്റെ കുടുംബം ശപിക്കപ്പെട്ടു പോയി. അവന്റെ മക്കളാണ് കനാന്യർ എന്നാണ് വായിക്കുന്നത്. ആ കനാന്യർ പിന്നെയുള്ള കാലം മുഴുവൻ ദൈവമക്കൾക്ക് എതിരായിരുന്നു, ശത്രുക്കളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ രണ്ട് സഹോദരന്മാർ, ഇത് കേട്ട രണ്ട് സഹോദരന്മാരുണ്ട്. അവര് ചെയ്തത്, അവര് പുറം തിരിഞ്ഞ് അവര് ഒരു തുണി കൊണ്ടുപോയി അപ്പന്റെ നഗ്നത മറച്ചു. നമ്മളെ കർത്താവാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, നാട്ടുകാരുടെ, വീട്ടുകാരുടെ ഒക്കെ ആ നഗ്നത മറയ്ക്കാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മൾ ആ നഗ്നത പ്രദർശിപ്പിക്കാനുള്ളവരല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അങ്ങനെ മദ്യപാനം ആരംഭിച്ചത് കൊണ്ട് ഈ കുടുംബം, അല്ലെങ്കിൽ ഈ നോഹയുടെ കുടുംബം ശപിക്കപ്പെട്ടു. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആ കുടുംബം ആ കുടുംബം നാശത്തിന് കാരണമായി തീർന്നത് ഈ മദ്യപാനമാണ്. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിലും മദ്യപാനം മനുഷ്യനെ നശിപ്പിക്കുന്നു, മദ്യപാനം കുടുംബങ്ങളെ തകർക്കുന്നു, മദ്യപാനം പാപം ചെയ്യിക്കുന്നു, മദ്യപാനം കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ തിന്മയുടെയും പുറകിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മദ്യപാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും മദ്യപാനിയാണെങ്കിൽ, മദ്യപിക്കുന്നവരാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. നിങ്ങളെ വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പല കാര്യങ്ങൾ നോക്കിക്കാണും, പല മാർഗങ്ങൾ മദ്യപാനത്തിന് പുറത്തു വരാൻ നോക്കിക്കാണും. നിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. നിർത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, അത് കർത്താവിന്റെ അടുത്ത് വന്നാൽ, യേശുവെ എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ മദ്യപാനത്തിന്റെ ആ ദുരാത്മാവിനെ കർത്താവ് പുറത്താക്കും. നിങ്ങൾ രക്ഷപ്പെടും. മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. ഇല്ലാതെ വന്നാൽ ഈ നോഹയുടെ കുടുംബം പോലെ, ഈ ഹാമിന്റെ വംശപാരമ്പര്യം പോലെ തകർന്നു പോകും, തലമുറകൾ നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, സദാചാര നഷ്ടം, അങ്ങനെ എല്ലാം നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. നമുക്ക് വീണ്ടും ഒരു വേദഭാഗം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. ദുർനടപ്പ് ഉണ്ടാകും, ആത്മാവ് നിറഞ്ഞവരായി. അവിടെ പറയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അങ്ങനെ വീഞ്ഞു കുടിച്ച് മത്തരായാൽ, മദ്യം കഴിച്ചാൽ സംഭവിക്കുന്നത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതിന് വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന എല്ലാ തിന്മയുടെയും പുറകിൽ മദ്യപാനമാണ് പ്രശ്നം. മദ്യമാണ് പ്രശ്നം. ഞാൻ ഒരിക്കല് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2-3-4 വർഷം മുമ്പ് ഒരു സ്നേഹിതനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു വലിയ ക്രിമിനലാ. വലിയ ക്രിമിനൽ എന്ന് പറഞ്ഞാല് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരോട് കൂടി ഒരു കുടുംബത്തെ മുഴുവൻ തല്ലിക്കൊന്നു. ഒരു കുടുംബത്തിലെ അപ്പനെയും അമ്മയും 4 മക്കളെയും, അതിലൊരാൾ മന്ദബുദ്ധിയായിരുന്നു, ആ മകനെ ഉൾപ്പെടെ തല്ലിക്കൊന്ന ശേഷം അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്ന് ജാമ്യം എടുക്കാൻ വേണ്ടി കോടതി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഞാൻ പോയി കണ്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ സുവിശേഷം പറഞ്ഞു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഒരു വിശ്വാസിയാ. അങ്ങനെ ഈ 4 പേരെ കൊന്ന മനുഷ്യൻ എന്നോട് പറയാ, ഞാൻ അന്ന് മദ്യപിച്ചിരുന്നു. ഞാൻ മദ്യപിച്ചിട്ട് ആണ് രാത്രിയിൽ ബൈക്ക് ഓടിച്ച് ഞാൻ അങ്ങോട്ട് പോയത് ഈ മനുഷ്യനെ കൊല്ലാൻ. ആ പോയ വഴിക്ക് എന്നെ ഒന്ന് പോലീസ് പിടിച്ചായിരുന്നെങ്കിൽ, ഞാൻ മദ്യപിച്ചതിന് എന്നെ ഒന്ന് പോലീസ് പിടിച്ചായിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ അവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് കരുതി പോയാണ് അവരെ തല്ലിക്കൊന്നത്, ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതെയാക്കി തീർത്തത്. അന്ന് അത് വലിയ കാര്യമായി പുള്ളിക്ക് തോന്നി. പക്ഷെ ഇന്ന് പശ്ചാത്തപിക്കുക, ഞാനന്ന് മദ്യപിച്ച് പോകുന്ന സമയത്ത് എന്നെ ഒന്ന് പോലീസ് പിടിച്ചായിരുന്നെങ്കിൽ, മദ്യപിച്ചതിന് എന്നെ ഒന്ന് പോലീസ് പിടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ ചെന്ന് വഴിയല്ലായിരുന്നല്ലോ. പ്രിയമുള്ളവരെ, മദ്യപാനമാണ് എല്ലാ പാപത്തിന്റെയും, എല്ലാ പ്രതിസന്ധിയുടെയും, എല്ലാത്തിന്റെയും കാരണം, എല്ലാ തകർച്ചയുടെയും കാരണം മദ്യപാനമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പലപ്പോഴും നമുക്കത് മാന്യതയായി തോന്നും, മദ്യപിക്കുന്നത് മാന്യതയായി തോന്നും, ചില നല്ല സംസ്കാരമായി നമുക്ക് തോന്നും.
വെറുതെയാണ്, നമ്മളെ നശിപ്പിക്കും, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, സമ്പത്ത് നശിപ്പിക്കും, നമ്മുടെ മാന്യത ഇല്ലാതെയാക്കും. അതുകൊണ്ട് മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞ എഫെസ്യർ വായിച്ചത്, നിങ്ങൾ മദ്യം കഴിച്ച് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. രണ്ടാമത് ഒരു പ്രതിവിധി പറഞ്ഞു തന്നെ അറിയാമോ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോ ഈ മദ്യത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുക. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ ആ യേശുവിന്റെ ശിഷ്യന്മാരും അവർ ഏകദേശം 120 പേര് ഒരുമിച്ച് കൂടി അവർ കർത്താവിനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോ അത് കണ്ട്, ആത്മനിറവ് കണ്ട, ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ട് ഓടിക്കൂടിയവർ പറഞ്ഞത്, ഇവര് മദ്യം കഴിച്ചിരിക്കുന്നു, ഇവര് ലഹരി പിടിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോ ഈ ഭൂമിയിൽ കിട്ടുന്ന മദ്യത്തിന്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് ഒരു വീഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ ഈ മദ്യപാനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ചിലപ്പോഴൊക്കെ മദ്യപാനികളായ ആൾക്കാരൊക്കെ മദ്യം കഴിക്കണം തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഒരു മുട്ടായി വല്ല വായിട്ടാൽ മതി, ആ സമയത്ത് വീട് വലിക്കണം തോന്നുമ്പോൾ ഒരു മുട്ടായി മേടിച്ച് വായിലിട്ടാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, ആത്മനിറവിൽ ജീവിക്കുക, കർത്താവിന്റെ സന്തോഷത്തിൽ ജീവിക്കുക. അതാണ് നല്ലത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് മദ്യപാനം പാടില്ല എന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, ഒന്ന്, സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ആവശ്യം നിറവേറ്റേണ്ട പലതും മദ്യം കവർന്നെടുക്കും. മദ്യപാനികളുടെ വീട് നോക്കിയാൽ പല മദ്യപാനികളുടെയും, നല്ലൊരു ശതമാനം മദ്യപാനികളുടെ വീട്ടിൽ വേണ്ടതൊന്നുമില്ല, വേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല കസേര ഉണ്ടായിരിക്കില്ല, നല്ല ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കില്ല, നല്ല സൗകര്യങ്ങളൊന്നും ഉണ്ടാകില്ല. കാര്യം, ഉണ്ടായ പൈസ മുഴുവൻ കൊടുത്തു. ഒരിക്കല് ഞാൻ തൊടുപുഴയിലാണ് ജീവിക്കുന്നത്. തൊടുപുഴയിലെ ഒരു വലിയ ബാറിന്റെ ഉടമസ്ഥന്റെ വീട് പണിതു. അതിനകത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോ അത് കണ്ടിട്ട് എന്നോടൊരു മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം പണിത വീടിന്റെ ഒരു നല്ല ശതമാനം പൈസ ഞാൻ കൊടുത്തതാ. എന്റെ പൈസ കൊണ്ടാ അദ്ദേഹം വീട് പണിതത്, സ്വിമ്മിംഗ് പൂൾ പണിതത് എന്റെ പൈസ കൊണ്ടാ. ഈ മനുഷ്യൻ കൂലിപ്പണിക്കാരനാ. ഈ കൂലിപ്പണിക്കാരനായ മനുഷ്യൻ പറയാ, ഞാൻ കൊടുത്ത പൈസയ്ക്കാ അദ്ദേഹം സ്വിമ്മിംഗ് പൂൾ പണിതത്. ആ മദ്യം വിറ്റ പുള്ളി സ്വിമ്മിംഗ് പൂളിൽ നീന്തുമ്പോ അതിന് പൈസ കൊടുത്ത് മദ്യം മേടിച്ച പുള്ളി ഓടെ നീന്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ള, ഞാൻ നിങ്ങളോട് പറയട്ടെ, മദ്യം നമ്മളെ തകർത്ത് കളയും. നമ്മുടെ സ്വന്തം ജീവിതത്തെയും മറ്റുള്ള ജീവിതത്തിലും ആവശ്യം നിറവേറ്റേണ്ട പലതും മദ്യം കവർന്നെടുക്കുന്നു എന്നുള്ളതാണ് മദ്യപാനത്തിന്റെ ഒരു പ്രത്യേകത. രണ്ട്, ധാർമ്മികമായ അധപതനത്തിലേക്കും ജീവിതത്തിന്റെ തകർച്ചയിലേക്കും മനുഷ്യനെ മദ്യപാനം നയിക്കുന്നു. മദ്യപിച്ചിട്ടുള്ള മനുഷ്യൻ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പുറകിൽ മദ്യവും ലഹരിയുമാണ് അതിന്റെ പുറകിലെ ശക്തി, അവരെ പ്രേരിപ്പിക്കുന്നത്, അവരെ അതിലേക്ക് ഉന്തിവിടുന്നത് എന്നാണ് മനസ്സിലാക്കാനിടയായിത്തീർന്നത്. മൂന്ന്, ക്രിയാത്മകമായി വിനിയോഗിക്കേണ്ട ശരീരവും മനസ്സും ഭൗതികവും ആത്മീയവുമായ കഴിവുകളെല്ലാം ഈ മദ്യപാനം തകർത്ത് കളയും. നമുക്ക് വേണ്ടി നമുക്ക് കർത്താവ് ആരോഗ്യം തന്നിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെ കൊണ്ട് കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്, സമൂഹത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. അത് മദ്യപാനത്തിലായി കഴിഞ്ഞാൽ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, മദ്യപാനിക്ക് സമൂഹത്തിൽ വിലയില്ല, നിലയില്ല. നമുക്ക് പിന്നെ അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും. അത് നമ്മുടെ ശരീരവും പൈസയെല്ലാം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് മദ്യപാനത്തിന്റെ മറ്റൊരു പ്രത്യേകത. മനുഷ്യനെ വഞ്ചിക്കുന്നു, താൽക്കാലികമായി ഉന്മാദം ലഭിക്കുന്ന മനുഷ്യന്റെ ചിന്ത. മദ്യം നമ്മളെ മയക്കുകയാണ്, മദ്യം നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായ ഉന്മാദം നൽകി പരമമായ നമ്മുടെ സകലതും നശിപ്പിച്ചു കളയുന്നു. പരമമായ നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നു. നിത്യമായ ആനന്ദത്തിൽ നിന്ന് നമ്മളെ നശിപ്പിച്ചു കളയുന്നു, ഇല്ലാതെയാക്കി തീർക്കുന്നു. മദ്യം ഒരു മനുഷ്യനും നന്മ ചെയ്യുന്നില്ല. മദ്യം ഒരു മനുഷ്യനെയും രക്ഷിക്കുന്നില്ല. മദ്യം എല്ലാ മനുഷ്യനെയും തകർക്കുന്നതാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് മദ്യപാനം കാരണമാക്കുന്നു. അങ്ങനെ അനവധിയായ പ്രതിസന്ധികളാണ് മദ്യപാനത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള കലഹങ്ങൾ, അയലോക്കക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു. എനിക്കറിയാം, എന്റെ വീട്ടിൽ എന്റെ പിതാവ് മദ്യപിച്ച് വരുന്നയാളായിരുന്നു. എല്ലാ ദിവസവും മദ്യപിക്കുന്നയാളായിരുന്നു. മദ്യപിച്ചാൽ നാട്ടിലും വഴക്കുണ്ടാക്കും, വീട്ടിലും വഴക്കുണ്ടാക്കും. അതൊക്കെ മദ്യം കൊണ്ടുണ്ടാകുന്നതാ. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ഭാര്യമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ ചേട്ടൻ മദ്യപിക്കാതിരുന്ന ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യനാ, പക്ഷെ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ മാറിപ്പോകും. പ്രിയമുള്ളവരെ, മദ്യം കഴിച്ച ആൾ ഇത് അറിയുന്നില്ല. മദ്യം കഴിച്ച ആൾ ചിലപ്പോൾ ഇത് അറിയുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മദ്യം നിങ്ങളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു, സമൂഹത്തിൽ നിങ്ങൾക്ക് വിലയില്ലാത്തവരാക്കി മാറ്റിക്കളയുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശാരീരികവും മാനസികവുമായ പല രോഗങ്ങൾക്കും മദ്യപാനം കാരണമാകും.
പല പല കാരണമാണ്. നമുക്കറിയാം ലിവർ ഫിറോസിസ് പോലെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നത് മദ്യപാനം കാരണമാണ്. നമ്മുടെ ലിവറൊക്കെ നശിച്ച് എന്തോരം ആൾക്കാരെ മദ്യം കൊണ്ട് ശാരീരികമായി രോഗം പിടിച്ച് മരിച്ചു പോകുന്നു. ഞാൻ നിങ്ങളോട് പറയാം, മദ്യം മനുഷ്യനെ നശിപ്പിക്കുന്നു. മദ്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മളോ നമ്മുടെ തലമുറകളോ മദ്യത്തിന്റെ പുറകെ പോകുന്നവരായി തീരരുത്. അത് മക്കൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ആ പിതാവ് നന്നായി ജീവിക്കണം. മദ്യത്തിന്റെ പുറകെ പോകാതിരിക്കണം. മദ്യം കഴിക്കാത്തയാളായിരിക്കണം. അപ്പോഴാണ് മക്കളോട് നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 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 തലമുറയിൽ നമ്മുടെ ഈ മദ്യത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. നോഹയുടെ കുടുംബത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതായിരുന്നു. ഏറ്റവും വലിയ അബദ്ധം അതായിരുന്നു. ആ വീഞ്ഞു കുടിച്ച് മദ്ദനായി അങ്ങനെ അവന്റെ താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക ആ സന്തോഷത്തിന് വേണ്ടി മദ്യം കുടിച്ചത് കൊണ്ട് തന്റെ മകൻ ഖാമിന്റെ ആ ഒരു തലമുറ മുഴുവൻ നാശത്തിലേക്ക് പോയി. അവർ ശപിക്കപ്പെട്ടവരായി തീരാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കാരണം നമ്മുടെ തലമുറകൾ ശപിക്കപ്പെടരുത്. നമ്മൾ കാരണം നമ്മുടെ തലമുറകൾ ഇല്ലാതെയാകരുത്. അവരനുഗ്രഹിക്കപ്പെടേണ്ടവരാ പ്രിയമുള്ളവരെ. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിനെ സേവിക്കുന്നവരുമായി തീരണം. എന്താണ് ഇതിന് ഒരു പ്രതിവിധി ഉള്ളത്? എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടായിരുന്നല്ലോ. 18-ാമത്തെ വാക്യത്തിന് ശേഷം 19-ാമത്തെ വാക്യം വായിച്ചു കേട്ടല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മ പൂർണ്ണമായ ഒരു ജീവിതമാണ്. ഇതിൽ നിന്ന് മദ്യപാനത്തിൽ നിന്ന് നമുക്കൊരു വിടുതലിനുള്ള ഒരു ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മ പൂർണ്ണമായ ഒരു ജീവിതമാണ്. ഒന്നും ഒരിക്കലും ശൂന്യമായിരിക്കുന്നില്ല. ഞാൻ നിങ്ങൾ പറയട്ടെ, എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അതിന്റെ അകത്ത് ഏകദേശം 3/4 ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ ഈ 3/4 ഗ്ലാസ് വെള്ളമുണ്ട്, ബാക്കി ഭാഗം ശൂന്യമല്ല. നമുക്ക് ശൂന്യമാണെന്ന് തോന്നിയാലും അത് ശൂന്യമല്ല. അത് നിറച്ച വായുവുണ്ട്. ബാക്കി ഭാഗത്ത് വായുവുണ്ട്. ആ വായു പോകണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് നിറയ്ക്കുമ്പോഴാണ് അത് വായു മാറിയിട്ട് വെള്ളമായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒന്നും ശൂന്യമായിട്ടല്ല ഇരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഈ മദ്യപാനം മാറുകയും പകരം നമ്മൾ ആത്മാവിൽ നിറയണം. മദ്യം മാറിയ ശേഷം ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറയുമ്പോൾ ബാക്കിയെല്ലാം പുറത്തു പോകും. ആത്മാവിൽ നിറയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകും. അത് നമ്മളിൽ നിന്ന് രക്ഷപ്പെടാനിടയായി തീരും. അതുകൊണ്ട് ഒന്നും ശൂന്യമായിരിക്കുന്നില്ലാത്തത് കൊണ്ട് ആ മദ്യപാനം നിൽക്കാൻ ഉള്ള വഴി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക, കർത്താവിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ മദ്യപാനം നിർത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ മദ്യപാനം നിർത്താൻ ശ്രമിക്കുമ്പോഴല്ല മാറുന്നത്. യേശുവേ, എനിക്ക് കഴിയുന്നില്ല കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് സൗഖ്യമാക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. എന്റെ പിതാവ് ഒരു നല്ല മദ്യപാനിയായിരുന്നു. ചാരായം മാറ്റുന്ന ആളായിരുന്നു. എല്ലാ ദിവസവും രാവിലെ മദ്യം കഴിച്ച് ജീവിതം ആരംഭിക്കുന്ന ആളായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾ പറയാം, ഒരു ദിവസം യേശുവേ അങ്ങന്റെ കർത്താവാന്ന് പറഞ്ഞ് അന്ന് ആ രാത്രിക്ക് ശേഷം എന്റെ പിതാവ് മദ്യപിച്ചില്ല. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞില്ല എന്റെ പിതാവിനോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞില്ല. ആരും ഉപദേശിച്ചില്ല, മദ്യപിക്കരുതെന്ന് ആരും ഉപദേശിച്ചില്ല. പ്രിയമുള്ളവരെ, യേശു ഹൃദയത്തിലേക്ക് വന്നപ്പോ, യേശു കർത്താവ് ഹൃദയത്തിലേക്ക് വന്നപ്പോ ഹൃദയത്തിൽ നിന്ന് മദ്യപാനത്തിന്റെ ചിന്ത വിട്ടുപോയി, വീടിവലിയുടെ ചിന്ത വിട്ടുപോയി, പാപ സ്വഭാവത്തിന്റെ ചിന്ത വിട്ടുപോയി, ആ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം വിട്ടുപോയി. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വായിച്ചത്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. പ്രിയമുള്ളവരെ, അപ്പൊ മദ്യത്തിന് പകരം ചെയ്യേണ്ട ഏറ്റവും നല്ല പ്രതിവിധി അത് യേശു കർത്താവിന്റെ അടുത്ത് ഒന്ന് സമർപ്പിക്കുക. കർത്താവേ, യേശു എന്റെ കർത്താവാന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ദൈവം നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. നീ പുറത്ത് തന്നെ ഇറങ്ങാൻ നോക്കിയാൽ നടക്കുകയില്ല, നിന്നെ കൊണ്ട് ആകത്തില്ല. പക്ഷെ കർത്താവിന് നിന്നെ സഹായിക്കാൻ കഴിയും. നിന്നെ സഹായിക്കാൻ നല്ല കർത്താവുണ്ട്. ആ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, മയക്കുമരുന്നിൽ രക്ഷപ്പെടണമെങ്കിൽ, പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിനക്കൊക്കെയല്ല, നിന്നെ കൊണ്ട് ആകത്തില്ല. പക്ഷെ നിന്നെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിന്റെ ആ ചുവടുകൾ നീ പിൻപറ്റിയാൽ, യേശുവേ അങ്ങന്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി നമ്മളെ വിടുവിക്കുന്ന കർത്താവാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തെയും സ്വാധീനത്തെയും അതിജീവിച്ച് കുടുംബമായിരുന്നു ഈ നോഹയുടെ കുടുംബം. ചുറ്റുപാടുകളുടെ യാതൊരു സ്വാധീനവും ഈ നോഹയുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനെല്ലാം അതിജീവിച്ച് നേരെ ചുവെ ജീവിച്ച കുടുംബമായിരുന്നു ഈ കുടുംബം. ദൈവത്തിന്റെ ആ ഉദ്ധാരണത്തിൽ, ദൈവത്തിന്റെ ആ വിടുതലിൽ അവർക്ക് കൃതജ്ഞത ഉണ്ടായിരുന്നു. ദൈവത്തെ ആരാധിച്ചു. ആ ജലപ്രളയം കഴിഞ്ഞ് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവരെ ആരാധിക്കാൻ കാരണം എന്തെന്നറിയാവോ? അവര് ദൈവത്തോടുള്ള നന്ദിയുള്ളവരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. കർത്താവിന് നന്ദി പറയുന്നവരായിരുന്നു, കർത്താവിനെ സ്തുതിക്കുന്നവരായിരുന്നു, ജീവിതത്തിൽ കിട്ടുന്ന നന്മകളെല്ലാം ഉപയോഗിക്കുന്നവരായിരുന്നു.
സ്തോത്രം അർപ്പിച്ച കുടുംബമാണ് ദൈവത്തിന്റെ കുടുംബം, ഈ നോഹയുടെ കുടുംബം. ദൈവത്തോട് സ്തോത്രം അർപ്പിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന കുടുംബമായിരുന്നു ഈ നോഹയുടെ കുടുംബം. അങ്ങനെ എല്ലാ നിലയിലും കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ബഹുമാനിക്കുന്ന കുടുംബമായി ഈ കുടുംബം ജീവിച്ച കുടുംബമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ആ സ്തോത്രം അർപ്പിച്ച കുടുംബം മദ്യപാനം തുടങ്ങി ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ ഇടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത, നാട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും, കൂട്ടുകാർക്കൊക്കെ അത് വേണമെന്ന് പറയായിരിക്കും, കൂട്ടുകാരൊക്കെ നിർബന്ധിക്കുമായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പാപത്തെ വിടാം. നമുക്ക് ഈ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല ദൈവവേദനായി ജീവിക്കാൻ നമ്മൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, എന്തിനാണ് ഇത് പഠിക്കുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാൽ, നല്ല സ്വഭാവങ്ങളെ നമുക്ക് സ്വീകരിക്കാനും, നമ്മൾ ആ ബൈബിളിൽ പറയുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള നല്ല സ്വഭാവങ്ങൾ നമുക്ക് സ്വീകരിക്കാനും, ആവശ്യമില്ലാത്തത്, തിന്മയായത്, തെറ്റായത് കളയാനും വേണ്ടിയാ. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ ഉപേക്ഷിക്കാനും വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ നോഹയിൽ ആദ്യകാലങ്ങളിൽ നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു, നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നവരായിരുന്നു, കർത്താവിനെ ബഹുമാനിക്കുന്നവരായിരുന്നു. പിന്നീട് അനുഗ്രഹിക്കപ്പെട്ട ശേഷം അന്നേരമാണ് ഈ വീഞ്ഞു കുടിച്ച് മത്തനായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് തരുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ആ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് അതിനെ ഉപേക്ഷിക്കുന്ന ദിവസമാക്കി മാറ്റാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറയാം. പ്രിയമുള്ളവർ, നോഹയുടെ കാലത്ത് ഇല്ലാതിരുന്ന ഒരു പ്രത്യേക അനുഗ്രഹം നമ്മുടെ കാലത്ത്, ഈ പുതിയ നിയമ കാലത്ത് കർത്താവ് നമുക്ക് തരുന്നുണ്ട്. എന്നറിയാവോ? നമ്മളെ സഹായിക്കാൻ ഒരു നല്ല സഹായകനുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് കർത്താവിന്റെ കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് വേണം. പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവാണ് നമ്മൾ നടത്തുന്നത്. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവമക്കളാകുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങൾ നടത്തും, പരിശുദ്ധാത്മാവ് നിങ്ങൾ നടത്തും. നമുക്കൊന്ന് കീഴ്പ്പെട്ടു കൊടുക്കാം, പരിശുദ്ധാത്മാവിന് വിനയപ്പെട്ടു കൊടുക്കാം. കർത്താവ് നമ്മളെ അത്ഭുതകരമായി അനുഗ്രഹിക്കും. എല്ലാ കണ്ണും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ നോഹയെ പോലെ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ബഹുമാനിക്കുന്ന, കർത്താവ് പറയുന്നത് ഒരു പൊട്ടനെ പോലെ അനുസരിക്കുന്ന ആ ഒരു വ്യക്തിയായി തീരാൻ, ഒരു മനുഷ്യനായി ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ആ നോഹ കർത്താവ് പറയുന്നൊക്കെ അതേപടി അനുസരിക്കാൻ കർത്താവെ നോഹയ്ക്ക് ഒരു മനസ്സുണ്ടായിരുന്നല്ലോ, കർത്താവിന്റെ കൂടെ നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ കൂടെ നടക്കുന്നവരായി തീരാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ആ പ്രളയത്തിൽ നിന്ന് കർത്താവ് ഞങ്ങൾ ആ നോഹയെ രക്ഷിച്ചതുപോലെ പ്രതിസന്ധിയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിക്കുന്നു. ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ആ വിടുതലിന് കർത്താവെ ആഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആ നോഹയ്ക്കുണ്ടായ തെറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ, പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ, കർത്താവെ ലോകത്തെ വിട്ടുമാറാൻ, ലോകത്തിന്റെ അഴുക്കൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റാതെ കർത്താവ് ഞങ്ങളെ കർത്താവ് സംരക്ഷിക്കണമേ. അതിന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കർത്താവ് ഞങ്ങളെ എല്ലാം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. എല്ലാ നന്മകളും കൊണ്ട് കർത്താവ് ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഗോസ്പൽ TV UPക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ചാനൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഇത് അനേകരുടെ വിടുതലിന് കാരണമാകട്ടെ, അനേകരുടെ കർത്താവ് രക്ഷയ്ക്ക് ഈ ചാനൽ കാരണമാകട്ടെ. സാജു പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച രാവിലെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സന്ദേശം നമുക്ക് ലഭിച്ചു. പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ.